ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിപ്പോൾ ഇവിടെ ഉള്ളത്? ഞങ്ങളിപ്പോൾ കാസിൽ പാർക്കിലാണ്. കാസിൽ പാർക്ക് എന്ന് പറഞ്ഞാൽ ബ്രിസ്റ്റോളിൽ തന്നെ ഉള്ള ഒരു പാർക്കാണ്. ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്തുള്ള പാർക്കാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഒരു ബ്രിഡ്ജ് ഉണ്ട്. ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് കുറച്ച് പോകുമ്പോഴാണ് ഞങ്ങളുടെ ഫ്ലാറ്റ് അപ്പാർട്ട്മെൻറ്റ് വരുന്നത്. അപ്പം ഞങ്ങൾ ചുമ്മാ ഒന്ന് നാട് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. പിന്നെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഷോപ്പിലൊക്കെ കയറണം, അതിനൊക്കെ ആയിട്ട് കയറിയതാണ്. അപ്പം നമുക്ക് കാണാം. കുറേ ദിവസം കൂടി ഇന്ന് വെയിൽ വന്നു അല്ലേ? കുറച്ച് ദിവസം കാര്യം നല്ല വെയിലുണ്ട് എന്ന് പറഞ്ഞാലും ആ വെയിലിനെ നാണം കെടുത്താനായിട്ട് നല്ല തണുത്ത കാറ്റുണ്ട്. അതാണ് ഈ യൂറോപ്യൻ കൺട്രീസിനൊക്കെ പ്രത്യേകത. നല്ല വെയിലാണെന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ടെമ്പറേച്ചർ നോക്കുമ്പോൾ 3 ഡിഗ്രി 2 ഡിഗ്രി ഒക്കെ ആയിരിക്കും. നല്ല തണുത്ത കാറ്റ്. എന്തായാലും കാറ്റ് അടിക്കുന്നില്ല. പറഞ്ഞ സ്ഥിതിക്ക് ഇനി അടിക്കാതിരുന്നാൽ മതിയായിരുന്നു. നമ്മൾ നിൽക്കുന്നതിൻ്റെ മറുവശത്തെ വിഷ്വൽസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുണ്ടോ, നല്ല വെയിലും. ഇതുണ്ടോ, ഇതാണ് കാസിൽ പാർക്ക്. ഓക്കെ, ഇത് ഇപ്പുറത്ത് ഈ കാണുന്ന ഈ ബിൽഡിങ്ങിൻ്റെ അടുത്തുള്ളതാണ് നമ്മുടെ ഫ്ലാറ്റ് വരുന്നത്. ഇതുണ്ടോ, ഈ ഏകദേശം ഈ മരത്തിൻ്റെ അപ്പുറത്തെ ആ ഭാഗത്തായിട്ട് വരും നമ്മുടെ ഫ്ലാറ്റ്. ഇതുണ്ട്, ഇവിടെ ഇങ്ങനെ ഉണ്ട് പുൽമേടുകളൊക്കെ ആയിട്ട് നമുക്ക് വേണേൽ വന്നിരിക്കാം, ചുമ്മാ ഇരിക്കാം, ഇങ്ങനെ ഉണ്ട്. കാസിൽ പാർക്ക് എന്നാണ്. ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളിൽ ഇഷ്ടംപോലെ പാർക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ പുല്ല് വളർത്തി കിടക്കുന്ന സ്ഥലങ്ങൾ. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ടോയ്ലറ്റ് ഉണ്ടോ? ടോയ്ലറ്റും പോട്ടെ, സോറി, വേസ്റ്റ് ബിൻ. ആക്ച്വലി ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. നമ്മുടെ അവിടെ ഇങ്ങനെയൊക്കെ ആൾക്കാർ ഉണ്ടാക്കി വെക്കും, പക്ഷെ പിന്നെ ഉള്ളത് ചപ്പും ചവറും എല്ലാം വാരി വലിച്ചിടും. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള ആൾക്കാർ എപ്പോഴും നമ്മളവിടെയൊക്കെ ആയി വരുന്നുണ്ട്, അത് നല്ല കാര്യം. എല്ലാവരും വേസ്റ്റ് ഒന്നും ഇങ്ങനെ വലിച്ചു വാരി ഇടത്തില്ല. ഇട്ടാലും പണി കിട്ടും. കാരണം നമുക്ക് പിന്നെ ഫൈനൊക്കെ അടക്കേണ്ടി വരും. മരത്തിന്റെ ഇലയൊന്നുമില്ല, പക്ഷെ അതിലേക്ക് ആയി വരുന്നുണ്ട്. ആക്ച്വലി ഫെബ്രുവരി ആയി, മാർച്ച് ഏപ്രിൽ മെയ്യിലൊക്കെ ആണെങ്കിൽ ഇവിടെ സ്പ്രിംഗ് സീസണാണ്. അപ്പം നല്ല ലൈറ്റും എന്താ പറയുക, നല്ല ഫ്ലവേഴ്സിൻ്റെ ഒക്കെ സീസണാണ് ആക്ച്വലി ആ സമയം. അതല്ല, അത് കഴിഞ്ഞിട്ട് ജൂൺ ജൂലൈ ഓഗസ്റ്റിലൊക്കെയാണ് ഇവിടെ നല്ല അടിപൊളി ക്ലൈമറ്റും നല്ല പൂക്കളുടെയൊക്കെ സീസണൊക്കെ വരുന്നത്. ഇവിടെ നടുക്ക് ഇങ്ങനെ ഇതുണ്ടോ, ഇതുണ്ടല്ലോ, അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇതുണ്ടോ, കെട്ടിടങ്ങൾ ഇതുണ്ടോ, അങ്ങനെയാണ്. ഇത് അവിടെ ഒരു പള്ളിയുണ്ട്. നമ്മൾ പോകാൻ പോകുന്ന സ്ഥലത്തേക്ക് പോവാം. Come on, follow us. നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി നമ്മൾ അത്യാവശ്യം സിറ്റി സെൻറ്ററിൽ തന്നെയാണ് വീട് എടുത്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാം ഈസി ആക്സസ് ആണ്. അടുത്ത് തന്നെ നമുക്കിങ്ങനെ എല്ലാ ഷോപ്പിംഗ് മാളുകളും എല്ലാ കടകളും ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ എത്താൻ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് ബ്രോഡ്മെഡ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ ഒരു വലിയൊരു ബിൽഡിംഗ് ഉണ്ട്, കാണിച്ചു തരാം. അമ്പരചുംബി പോലെയായിട്ട് മേളിലേക്ക് ഇരിക്കുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട്. ഹാർവി നിക്കോളാസ് എന്നെന്തോ പറഞ്ഞ എന്തോ ഒരു ബ്രാൻഡ് ഷോപ്പിൻ്റെ ഉണ്ട്. ഇതാണ് അവൾ പറഞ്ഞ HM എന്ന് പറഞ്ഞ സംഭവം. ഇവിടെ ഒരു വലിയൊരു ബിൽഡിങ്. ഈ NCP എന്ന് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ഇന്ത്യയാണ്, ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടിയുടെ ഇതായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷേ ഇത് ആ NCP അല്ല, വേറൊരു സംഭവമാണ്. ഇതുണ്ട്, ഇവിടെ ഒരു ചെറിയൊരു പുല്ല് പോലത്തെ ഒരു സെറ്റപ്പ് പോലെ ഇതുണ്ട്. കുറച്ച് ചെയർസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പല സ്ഥലങ്ങളിലും ഇതുണ്ടോ, ഓരോ സ്ഥലങ്ങളുടെ ആരോ മാർക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ മാപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ ഡബിൾ ഡെക്കർ ബസ് വന്നു ഇതുണ്ട്. ആളെടുക്കാൻ വേണ്ടിയിട്ട് ഡബിൾ ഡെക്കർ ബസ് വരുന്നു. പിന്നെ നമ്മളിവിടെ ക്രോസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ, റോഡ് ക്രോസ് ചെയ്യാന്ന് പറഞ്ഞാൽ സീബ്ര ലൈൻ കാര്യങ്ങളൊന്നുമില്ല. ഉണ്ട്, ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഇതുണ്ടോ, ഇവിടെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ടോ, ആ സ്വിച്ച് പിടിച്ച് ഞെക്കി കഴിയുമ്പോൾ നമുക്ക് ക്രോസ് ചെയ്യാനുള്ള ഒരു ഇത് വരും. ഓക്കെ, നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമുക്ക് ഗ്രീൻ വരാൻ വേണ്ടിയിട്ട്. നമ്മുടെ അവസരം നോക്കി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സൗത്ത് മെഡ് ഹോസ്പിറ്റൽ 24. ഈ വണ്ടിക്കും പള്ളി പോകാല്ലേ? നമ്മുടെ അവസരം വന്നു, നമ്മൾ ക്രോസ് ചെയ്യാണ്, റോഡ് ക്രോസ് ചെയ്യാണ്. ഓക്കെ, പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലാണെങ്കിൽ അതനുസരിച്ച് ക്രോസ് ചെയ്യാനുള്ള ഒരു ഇതുണ്ടോ, മേളിൽ കണ്ടോ ഗ്രീൻ വന്നുണ്ടോ,
അപ്പൊ അന്നേരം നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ, മാത്രമേ ഇങ്ങനെ കാൽനടക്കാർക്ക് നടക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ റെഡ് വന്നു, അതിനർത്ഥം ഇനി അങ്ങോട്ട് പോകാൻ പാടില്ല, വണ്ടികൾ വരാൻ പോവാണ്. അതെ, പോയി കഴിഞ്ഞാൽ അത് ഇതായി കഴിഞ്ഞാൽ വണ്ടി ഇടിച്ചതിന് ശേഷം പിന്നെ ബാക്കിയുള്ളൊന്നും പറയണ്ട. ഒന്നും പറയേണ്ട കാര്യമില്ല. മാത്രമല്ല നമ്മൾ ആ ഗ്രീൻ വന്നിച്ച് പോവുകയാണെങ്കിൽ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടും. ഗ്രീൻ വന്നിച്ച് പോയാൽ സാധാരണ പോലെ വണ്ടി ഇടിച്ചാല് പൈസ കിട്ടും, ക്ലെയിം ചെയ്യാം. നമ്മള് കറക്റ്റ് ട്രാഫിക് റൂൾസ് ഒക്കെ ഫോളോ ചെയ്താണ്ട് പോയണ്ട്. ഇതുണ്ട് ഇവിടെ ഈ കമ്പി പോലത്തെ സാധനം കണ്ടു, ഇത് സൈക്കിള് കാര്യങ്ങളൊക്കെ കെട്ടി വെക്കാനുള്ള സംഭവമാണ്. കണ്ടു, ഒരു ചേച്ചി കൊണ്ടുവന്ന് കെട്ടി വെക്കുന്നുണ്ടോ. ഇതാണ് ഹാർവി നിക്കോളാസ്. ഓ, ഇത് വൈൻ്റെ കടയല്ലേ, വൈൻ മാസ്റ്റർ ക്ലാസ്. ഉള്ളല്ലോ വൈൻ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്ന. ഇവിടെയാണ് നമുക്ക് പോകേണ്ട സ്ഥലം, കബോർഡ് സർക്കസ് അല്ലേ, അപ്പുറത്തല്ലേ, സോറി. ആക്ച്വലി ഞാനിവിടെ ആദ്യമായിട്ട് വന്നപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കുറ്റം പറയാൻ പാടില്ല, എന്നാൽ പോലും ക്ലെൻലിനെസ് ആയിരുന്നു. ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള ഏരിയാസ്, ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥലങ്ങളാണെങ്കിലും എന്താ അവിടെ ഇവിടെ ഇങ്ങനെ വേസ്റ്റിന് കാലി വെച്ച് കിടത്തില്ല. നമ്മുടെ ആൾക്കാരൊക്കെ ഇപ്പം ഞാൻ നന്നായിട്ട് മാറിയിട്ടുണ്ട്, പക്ഷെ എന്നാലും മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്നു. കണ്ടു ഇപ്പം തന്നെ ഒരാൾ വേസ്റ്റ് ചെയ്യുന്നത് എന്ത് സാധനങ്ങളാണെങ്കിലും കറക്റ്റായിട്ട് അവർക്ക് വേസ്റ്റ് ഡിസ്പോസൽ ഒക്കെ ഉണ്ട്. അതാണ് എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. ടാക്സികൾ നിരനിരയായിട്ട് ഇതായിരിക്കുന്നു. സോ ഇവിടെ ഇത്ര ടാക്സി ഇപ്പോൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും, ഇത്ര ടാക്സി ഒരു സ്ഥലത്ത് ഇടാൻ പാടുള്ളൂ, ലൈക്ക് 3 ടാക്സി സ്റ്റാൻഡ്, 3 ടാക്സി സ്റ്റാൻഡ്, 2 ടാക്സി സ്റ്റാൻഡ് എന്നൊക്കെ തന്നെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ കൂടുതൽ ടാക്സിസ് അവിടെ ഇടാൻ പാടില്ല. പിന്നെ പാർക്കിംഗ് സ്പേസ് ഒക്കെ പ്രത്യേകിച്ചുണ്ട്, നമുക്ക് കണ്ടിടത്തൊക്കെ വണ്ടി ഇട്ട് അപ്പം തന്നെ പണിയിട്ടു. അങ്ങനെയാണ് അവസ്ഥ. ഇവിടെ ഒരു LED സ്ക്രീൻ ഉണ്ട്. അത് പാരസെറ്റമോൾ. ഇതൊരു മെയിൻ ഒരു ഇതുപോലത്തെ ഏരിയ ആണ്. ഇവിടെ പല പ്രോഗ്രാമുകൾ കാര്യങ്ങളൊക്കെ ആൾക്കാർ വന്ന് ചുമ്മാ പാട്ട് പാടുന്നു. അതെ, കവല പോലത്തെ ഒരു സ്ഥലം. നമുക്ക് ഇവിടുന്ന് ക്രോസ് ചെയ്യണം. വണ്ടി എന്തെങ്കിലും മരുന്നുണ്ടോ? ഒന്നും മരുന്നില്ല. കബോർഡ് സർക്കസ് മാൾ, ഇതാണ് അതിൻ്റെ ഇത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നിൻ്റെ ഷോപ്പുകളിൽ കയറണം. അപ്പോൾ ഷോപ്പിൽ കയറിയിട്ട് വരാം ഗൈസ്. ബ്രിസ്റ്റോൾ കത്തീഡ്രൽ കുറേ വർഷങ്ങളായിട്ടുള്ള കത്തീഡ്രലാണ്. നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ടെലിഫോൺ ബൂത്ത് പണ്ട് തൊട്ടുള്ള പല സ്ഥലങ്ങളിലും ഇതുണ്ട്. ബ്രിട്ടൻ്റെ ഇതായിട്ടുള്ള ഇത് വെച്ചിട്ടുള്ള തനതായ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും വെക്കുന്ന സംഭവമാണ് ടെലിഫോൺ ബൂത്ത്. ഇത് ഇപ്പോഴും ഉണ്ട്. ഫോണൊക്കെ വർക്ക് ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. യൂസിങ് അവർ പേ ഫോൺസ്, UK ലാൻഡ് ലൈൻ മിനിമം ചാർജസ് എല്ലാം എഴുതി വെച്ചിട്ട് മൊബൈൽ നെറ്റ്വർക്ക് എല്ലാം ഉണ്ട്. ഇത് വർക്ക് ചെയ്യുന്നതാണോ അതേ ഒരു സ്മാരകമായിട്ട് സൂക്ഷിച്ചേക്കണാണോ എന്ന് അറിയത്തില്ല. വർക്ക് ചെയ്യുന്നതാണോ? അപ്പൊ മിനിമം എത്ര പൗണ്ട് ആയിരിക്കും ഇതിന്? ഓ, 10 പൈസ അഡീഷണൽ. ലോക്കൽ കോൾ മിനിമം 1 പൗണ്ട് മിനിമം ചാർജ്. ഓ കൊള്ളാലോ. കാർഡ്സ് അക്സെപ്റ്റഡ്. കാർഡൊക്കെ അക്സെപ്റ്റ് ചെയ്യോ? ഓ കൊള്ളാലോ, അത് പൊളിയാട്ടോ. ടെലിഫോണിൻ്റെ അകത്ത് നമ്മുടെ നാട്ടിൽ പോലും ഇതിൻ്റെ അകത്ത് കാർഡ് അക്സെപ്റ്റ് ചെയ്യുന്ന സംഭവം വന്നിട്ടില്ലായിരുന്നു. ആ ശരിയാ. അപ്പോൾ ഇതാ ഇവിടെ ഇതൊരു മെട്രോ ബാങ്ക് എന്ന് പറഞ്ഞൊരു ബാങ്കാണ്. ഇവിടുത്തെ ഒരു ബാങ്കാണ്. ഗുഡ് ആഫ്റ്റർനൂൺ ബ്രിസ്റ്റോൾ, സണ്ണി 7 ഡിഗ്രി. ഓ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ, മെട്രോ ബാങ്ക്. ഇവരാണെന്ന് എനിക്ക് തോന്നുന്നു ഇംഗ്ലണ്ട് ക്രിക്കറ്റിന്റെ സ്പോൺസർ, ചാമ്പ്യൻ ഓഫ് വിമൻസ് ആൻഡ് ഗേൾസ് ക്രിക്കറ്റ്. പുതിയ ഫ്രീ വിഡ്രോവൽസ്. നമ്മുടെ നാട്ടിലേക്ക് ATM മെഷീൻ കണ്ടിട്ടില്ലേ, മൊത്തം ഇതായിട്ടല്ലേ. ഇതിന്റെ സ്ക്രീനും ഇത് കാർഡിന് ഏരിയ മാത്രമാണ് പുറത്ത് കാണാൻ പറ്റുന്നുള്ളൂ. അതെ, ഇതേ കണ്ടോ എന്തോരം കിളികളാന്ന് വെച്ചത്. വെറൈറ്റി തരം പക്ഷികളെ കിളികളൊക്കെ ഇതുണ്ട്. കുറേ ആൾക്കാർ പ്രാവല്ല, വേറെ ഏതൊക്കെയോ ടൈപ്പാണ് സാധനങ്ങളാണ്. അതെ, ഇതിൻ്റെയൊക്കെ കാല് നോക്കിയത് താറാവിൻ്റെ പോലെ ഉണ്ട്. ഇതിന് കുറേ ആൾക്കാർ ചിപ്സ് എന്ന് പറഞ്ഞ സാധനം ഇട്ടുണ്ട്. ചിപ്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഫ്രഞ്ച് ഫ്രൈസ് ആണ്. ഇതെന്താ TK Maxx? എന്ത് മാക്സ് ആണോ?
തുണിക്കടയാണ്. ക്ലോത്തിങ് സ്റ്റോറാണ്. ഇവിടെ ഒരു ഷോർമക്കട, ഫോൺ ബോക്സ്, വാച്ച് ആൻഡ് റിപ്പയർസ്. അതിൻ്റെ അപ്പുറത്ത് കാണുന്നതാണ് ഇവിടുത്തെ മെയിൻ സംഭവം എന്നൊക്കെ പറയാമെന്ന് എനിക്കറിയത്തില്ല. ബ്രിട്ടീഷ് ഹാർട്ട് ഫൗണ്ടേഷൻ. നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഇവിടേക്ക് ആദ്യമായിട്ട് കുറേ നാളത്തേക്കൊക്കെ വരുന്ന മലയാളീസിൻ്റെ ഒക്കെ ഒരു മെയിൻ ഒരു ആശ്രയമാണ് ഈ സാധനം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറഞ്ഞ റേറ്റിൽ ഹോം അപ്ലയൻസസും എന്ത് സാധനങ്ങളും ഒക്കെ കിട്ടും. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഒരു കബോർഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലേക്ക്. എത്ര പൗണ്ട് ആയിരുന്നു? 70 പൗണ്ടോ? 70 പൗണ്ട് ആയിരുന്നു. പക്ഷെ 4 ഡ്രോയേഴ്സ് അല്ല, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കബോർഡായിരുന്നു. ഫ്രീ കളക്ഷൻ, ഫാസ്റ്റ് ഡെലിവറി. കുറേയൊക്കെ സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് ആണ്, അതുകൊണ്ടാണ് നമുക്ക് പൈസ കുറവിൽ കിട്ടുന്നത്. പക്ഷേ 50% ഓഫ്. യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ആണെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതേ അവരുടെ ഒരു സ്ലേറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട് BHF, ബി ദ ചേഞ്ച് വോളണ്ടിയർ വിത്ത് അസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ ഒരു വാച്ച് കടയുണ്ട്, ലാപ്ടോപ്പ് ആൻഡ് ഫോൺ റിപ്പയർസ് ഉണ്ട്. ബ്രോഡ്മെഡ് ബ്രിസ്റ്റോൾ. ഇവിടെ കുറേ ബസ്സിൻ്റെ അതേ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോഴ്സിൻ്റെ കാര്യങ്ങൾ, തിയേറ്റർ കാര്യങ്ങളെല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. വെൽക്കം ഇൻ. അതെ അതെ അതെ, കണ്ടോ ദേ ഇതാണ് സംഭവം. ഇവിടെ മക്ഡൊണാൾഡ്സിൻ്റെ ഒരു ഇതുണ്ട് ഇവിടെ അടുത്തെങ്ങാണ്ട്. പിന്നെ ഇത് സ്റ്റാർബക്സ് ഉണ്ട്, വെൽക്കം വിൻ്റർ ഉണ്ട്. ദേ സ്റ്റാർബക്സ് നോക്കി. ഇത് ബ്ലൂ സ്റ്റാർ ഇവിടെ ഉണ്ടല്ലേ, ബ്ലൂ സ്റ്റാർ ഇവിടെ ഉണ്ട്, ഗ്രെക്സ് ഉണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് വരുന്ന ഒരു കടയാണ് പ്രൈമാർക്ക്. അത് ആക്ച്വലി UK ബ്രാൻഡാണ്. അത് ഈ പറയുന്ന പോലെ അത്യാവശ്യം ലോ പ്രൈസിൽ നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ്. ഇവിടുത്തെ വലിയ വലിയ ബ്രാൻഡുകളുണ്ട്, സാര, H&M, അങ്ങനത്തെ വലിയ വലിയ ബ്രാൻഡൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും നോർമലായിട്ടുള്ള സാധാരണക്കാർക്ക് ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് എന്നുള്ള ഒരുമാതിരി ഈ ക്ലോത്തിങ് ഐറ്റംസ് ഉണ്ട്. അതുപോലെ ഹോം അപ്ലയൻസസ്, ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ നിന്ന് മേടിക്കാൻ പറ്റും. ഇതുണ്ട് ബർഗർ കിങ്, ബർഗർ കിട്ടുന്ന കട. 5 പൗണ്ടിന് ബർഗർ, 5.99, അതായത് 6 പൗണ്ടിന് ബർഗർ കിട്ടുമെന്നാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. ആണ് കുറച്ച് മുമ്പ് ജീസ് പറഞ്ഞ പ്രൈമാർക്ക് എന്ന് പറഞ്ഞ സംഭവം, സൂപ്പർ മാർക്കറ്റ്. ലിഡില്, എക്സ്പ്രസ് അല്ല ടെസ്കോ ഒക്കെ സൂപ്പർ മാർക്കറ്റ് ശൃംഖലകളുടെ ഇതിൽ വരും. പിന്നെ അത് ബൂട്ടോ, കോപ്പോ, CWPO. ഇങ്ങനെ ഇവിടെ ഒരു വെൽക്കം ബ്രിസ്റ്റോൾ ഷോപ്പിംഗ് ക്വാർട്ടർ എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാം. ഇവിടെ ആക്ച്വലി ബ്രിസ്റ്റോൾ സിറ്റി സെൻറ്റർ എന്ന് പറഞ്ഞിട്ടല്ല, അത് കുറച്ചുകൂടെ മാറി പോയിട്ടാണ്, കുറച്ചുകൂടെ എന്താ പറയുക മുന്നോട്ട് പോകണം. ഇവിടെ ഏകദേശം ഷോപ്പിംഗ് ഏരിയാസ് എല്ലാം ഇവിടെയാണുള്ളത്, എല്ലാം തന്നെ ഷോപ്പിംഗ് ഏരിയാസ്. മറ്റിടത്തെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ട്രഡീഷണൽ പഴയ കെട്ടിടങ്ങളും ആ ഒരു രീതികളൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ട് മാറി ഫുള്ള് ഷോപ്പിംഗ് ഏരിയാസാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ വീട് വരുന്നത്. വണ്ടി ഉണ്ടോന്ന് നോക്കി ക്രോസ് ചെയ്യാം. ഇതൊരു ധാബ, റാനാസ് ധാബ ജംഗ്ഷൻ. റാനാസ് ധാബ എന്ന് പറഞ്ഞിട്ട് ധാബ, അതൊരു എനിക്ക് തോന്നുന്നു ഒരു ഇന്ത്യൻസിൻ്റെ പോലത്തെ ഒരു എന്താ പറയുക, ഒരു ഏഷ്യൻ ധാബയാണ്. നമ്മുടെ അത്യാവശ്യം എന്താ പൊറോട്ട, നമ്മുടെ എന്താ മോമോസൊക്കെ. ഞാൻ ബാംഗ്ലൂരായിരുന്നു പഠിച്ചതൊക്കെ, അപ്പോൾ അവിടെ മാരുതി നഗർ എന്ന് പറഞ്ഞൊരു സ്ട്രീറ്റ് ഉണ്ട്, അവിടെ മോമോസൊക്കെ കിട്ടും. സോ അതിൻ്റെ ആ ഒരു ഫീൽ, അത്രയും ടേസ്റ്റ് ഒന്നും ഇവിടെ കിട്ടത്തില്ല, പക്ഷെ എന്നാലും ആ ഒരു ഫീലൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ ഇവിടെ കുറേ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്, അവിടെ ഇങ്ങനെ സമൂസ, എന്താ പറയുക മോമോസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ്. ചാറ്റ്സ്, നമ്മുടെ പാനിപ്പൂരി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ, ബേൽപൂരി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ഈ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സിലൊക്കെ കിട്ടും. പക്ഷേ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയാൽ കൂടുതലും കിട്ടുന്നത് നോർത്ത് ഇന്ത്യൻ ഫുഡായിരിക്കും. എന്ന് വെച്ചാൽ ഇന്ത്യൻസ് പറഞ്ഞാൽ ഇവർ മെയിനായിട്ടും ഇതാക്കുന്ന നോർത്ത് ഇന്ത്യൻസിനെയാണ്. പക്ഷേ നമുക്ക് കേരള റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, കേരള റെസ്റ്റോറൻറ്റ്സ്, മലയാളീസിൻ്റെ ഒക്കെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അവിടെയൊക്കെ പോയാൽ നമ്മുടെ കേരള
സ്റ്റൈലിലുള്ള നമ്മുടെ അത്യാവശ്യം ടേസ്റ്റൊക്കെയുള്ള ഫുഡ്. അത്യാവശ്യം ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇവിടെ വന്നിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലൊക്കെ പോയാലും നമ്മുടെ പോയാലും ബിരിയാണി, പൊറോട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും. പക്ഷേ ഇതൊക്കെ ഇവിടുത്തെ ഇംഗ്ലീഷ് ആൾക്കാരും ട്രൈ ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പം അവർക്കും കൂടെ ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പരുവത്തിൽ അത്രയും സ്പൈസി അല്ലാത്ത രീതിയിലായിരിക്കും നമുക്ക് ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് കിട്ടുന്നത്. അതിപ്പം എല്ലാവരും അക്കോമഡേറ്റ് ചെയ്യാന്നുള്ളൊരു രീതിയിലാണ്. അങ്ങനെ നമുക്ക് എല്ലാ ഫുഡും കിട്ടും. പക്ഷെ നമ്മുടെ നാട്ടിലത്തെ അതേ ടേസ്റ്റ് കിട്ടണം നമുക്ക് സാധിക്കുന്നുണ്ട്. വീണ്ടും റോഡ് ക്രോസ് ചെയ്യാണ്. ഇത് ഇതുണ്ടോ, ഗ്രീൻ അടിച്ചു. ആരോ പ്രസ് ചെയ്തായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് അതെ പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ. ഇവിടുന്ന് നേരെ സ്ട്രെയിറ്റ് പോകുന്ന വഴിയിലാണ് എൻ്റെ ഹോസ്പിറ്റൽ വരുന്നത്. ഹോസ്പിറ്റലിൻ്റെ പേര് പറയണോ? റോയൽ എൻഫീൽഡ്. കുഴപ്പമില്ല അല്ലേ? കിടക്കാവോ? കുറച്ച് പേര് കിടക്കുന്നു, അപ്പോൾ അതുകൊണ്ട് നമ്മളും കിടക്കുവാണ്. ശരിക്കും റെഡ് അടിച്ചിട്ടുണ്ട്, റെഡിൽ കിടക്കാൻ പാടില്ല. പക്ഷേ ഇവിടെ നമ്മുടെ ഗ്രീൻ അടിച്ചു. ബാഡ്ജർ ലൈൻ എന്ന് പറഞ്ഞൊരു ബസ്സാണ് ഈ കിടക്കുന്നത്, ഡബിൾ ഡെക്കർ ബസ്. ഇതൊരു ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പം ഇവിടെയും കുറേ കടകളും. അപ്പം ഇങ്ങോട്ട് കടകളിനെക്കാട്ടിലും കൂടുതലുള്ളത് അപ്പാർട്ട്മെൻറ്റ്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ അല്ലാതെ നമ്മുടെ ഷോപ്പിംഗ് കൈൻഡ് ഓഫ് കടകളൊക്കെ ഇങ്ങോട്ട് ഈ ഏരിയയിലുണ്ടെന്നല്ല, ഇല്ലയെന്നല്ല. പക്ഷെ എന്നാലും മറ്റേതിന് അത്രയും ഫാൻസി ഐറ്റംസ് ഒന്നുമില്ല. ഈ ഏരിയയിൽ ഇങ്ങോട്ട് പോകുമ്പോൾ ഇനിയുള്ളത് കുറേ എന്താ പറയുക, കൂടുതലും ഇംഗ്ലീഷ് റെസ്റ്റോറൻറ്റ്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. എന്ന് വെച്ചാൽ പണ്ട് മുതലേ ഉള്ള ഇവരുടെ ആ ഒരു സ്റ്റൈലിലുള്ള ഫുഡ് ഐറ്റംസും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അവിടെ പോയിട്ട് ഫുഡൊക്കെ കഴിക്കാം. ഈ വഴിക്കല്ലേ നമ്മൾ അന്ന് പോയത്? ഏതാ? മേരി ഓൺ ദ കേ, സെന്റ് മേരി ഓഫ് ദ കേ. ആ പള്ളിയിലോട്ട് പോകുന്നത് ഈ വഴിയിലാണ്. ഇവിടെയുള്ള ഒരു ഇംഗ്ലീഷ് ലാറ്റിൻ ചേർച്ചാണ്. അപ്പം നമുക്ക് ഈ സിറ്റി സെന്ററിൽ കണ്ടിട്ട് പോയിട്ട് കാണാം. ബൈ ബൈ. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ഇവിടെയുള്ള ക്രിസ്മസ് സ്റ്റെപ്സ് എന്ന് പറയുന്ന ഒരു കുഞ്ഞ് സ്റ്റെപ്സ്, ലൈക്ക് കുറച്ച് സ്റ്റെപ്സാണ്, പക്ഷേ അതിൻ്റെ പേര് ക്രിസ്മസ് സ്റ്റെപ്സ് എന്നാണ്. അപ്പോൾ ഇവിടെ നല്ല ലൈറ്റിങ്ങും അങ്ങനെയൊക്കെയുള്ള പരിപാടിയൊക്കെ വെച്ചിട്ടുണ്ട്. സോ അത് നമുക്ക് കാണാം. ക്രിസ്മസ് സ്റ്റെപ്സിലോട്ട് തന്നെ കിടവാണ്. എന്തൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് ഇവിടെ എപ്പോഴും എല്ലായിടത്തും എന്തെങ്കിലുമൊക്കെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കും. ഇവിടെ അടുത്തും രണ്ട് സൈഡിലും ഇങ്ങനെ ഓരോരോ കടകളൊക്കെ ഉണ്ട്. അങ്ങനെ ആക്ച്വലി ഞാൻ ഇവിടെ ആയിരുന്നു എൻ്റെ പഴയ അപ്പാർട്ട്മെൻറ്റ്. ഞാൻ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്താണ്. ആക്ച്വലി ക്രിസ്മസ് സ്റ്റെപ്സിന് ക്രിസ്മസുമായിട്ട് പ്രത്യേകിച്ച് ഞാൻ ബന്ധമുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ഇപ്പോൾ എനിക്ക് ചുമ്മാ ടെസ്റ്റിന് ഇങ്ങനെ പേരിട്ടാണെന്ന് എനിക്കറിയില്ല. ടെന്നീസ് ജാർലീസ് ആൻഡ് സിനിമ എവിടെ തിയേറ്റർ ഉണ്ടോ? ഇവിടെ ഇല്ല. ആക്ച്വലി ഇവിടെ രാത്രിയിലൊക്കെ വരുന്നത് നല്ല രസമാണ്. ഈ കാണുന്ന ലൈറ്റ്സൊക്കെ രാത്രിയിൽ ഇങ്ങനെ ഇരുട്ടത്ത് തെളിഞ്ഞ് കാണുന്നത് നല്ല രസമാണ്. ഫുള്ള് കുന്നും മലയാണ് ഗൈസ്. നടന്ന് മടുക്കും. ഇപ്പം നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് അത്ര മലയും കുന്നൊന്നുമില്ല, അത്യാവശ്യം എല്ലാം സ്ട്രേറ്റ് റോഡാണ്. പക്ഷെ നമ്മൾ ആദ്യം ഇവിടെ വന്ന സമയത്ത് താമസിച്ച സ്ഥലത്ത് ആക്ച്വലി അത് അവിടുന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ വരണമെങ്കിൽ അവിടുന്ന് നമ്മളൊരു കുന്നിറങ്ങി പിന്നെ ഇവിടെ ഹോസ്പിറ്റലിൽ അവിടെ വന്നിട്ട് പിന്നെ കുന്ന് കയറണം. തിരിച്ചു വരുമ്പോൾ ഹോസ്പിറ്റലിൻ്റെ കുന്നിറങ്ങി വീടിൻ്റെ കുന്ന് കയറണം. ഓ, ഈ ഏരിയ ഫുള്ള് കുന്നും മലയും തന്നെയാണ്. അങ്ങനെ നമ്മൾ ക്രിസ്മസ് സ്റ്റെപ്സിലെത്തി. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് പോയി നേരെ ചെല്ലുന്നതാണ് സിറ്റി സെൻറ്റർ. അവിടെയാണ് നമ്മുടെ കത്തീഡ്രൽ ഉള്ളത്. ഇതെന്താ, പഴയ പള്ളിയാണോ ഇത്? എനിക്ക് തോന്നുന്നു ഇതൊരു പള്ളിയാണ്. അല്ല, ജോൺ ഫോസ്റ്റർ, മേയർ ഓഫ് ബ്രിസ്റ്റോൾ, ചാപ്പൽ ഓഫ് 3 കിങ്സ് ഓഫ് കോൾഗി. എന്തോ സംഭവം. നമ്മുടെ മറ്റേ 3 കിങ്സ് ആണോ? നമ്മുടെ അല്ല. ഇതിപ്പോൾ ഫ്ലാറ്റായി.
പണ്ടെന്തോ പള്ളി പോലെ എന്തോ സെറ്റപ്പ് ആയിരുന്നു. ഞാൻ ഇപ്പോൾ ഇത് വന്നിട്ടുണ്ട് ഇവിടെ ആൾക്കാരൊക്കെ വരുന്നത്. ഫ്ലാറ്റ് ഫോർ സെയിൽ ഓർ റെൻറ്റ്. ഇവിടെ QR കോഡൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന സാധനമാണ്. സൈക്കിൾ വേണമെങ്കിൽ സൈക്കിള്, മറ്റേ ഈ സാധനം ബോട്ടോ ഇതിൻ്റെ പേരുന്ന ഡോട്ട്, ആ സംഭവം നമുക്ക് റെൻറ്റിന് എടുക്കാം. ട്രൈ ഫ്രീ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതില്ല, പൈസ കൊടുത്തിട്ട് ഇതിനൊരു ആപ്പുണ്ട്. ആ ആപ്പ് വെച്ചിട്ട് നമ്മൾ എന്താ അൺലോക്ക് ചെയ്യുന്നു. 1 hour എത്ര ടൈമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചുകൊണ്ടിരിക്കുക. ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. ഈ പഴയ മോഡൽ ഏതോ ഒരു വിൻറ്റേജ് വണ്ടിയാണെന്ന് തോന്നുന്നു ഈ കാണുന്നത്. ഇതാണിവിടെ 2 ബിൽഡിങ്ങുകളുടെ നടുക്കിലേക്കൂടെ ഉള്ള ഒരു റോഡ്. ഇപ്പം നമ്മൾ കണ്ടില്ല, മറ്റേ ഏരിയയിൽ മൊത്തം ഷോപ്പിംഗ് മാളും അങ്ങനെ ഭയങ്കര ആളും തിരക്കും നല്ല പുതിയ പുതിയ കെട്ടിടങ്ങളും അങ്ങനെയൊക്കെയായിരുന്നു. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ചുകൂടെ പഴയ കെട്ടിടങ്ങൾ എന്ന് വെച്ചാൽ എന്നാലും നല്ല സ്ട്രോങ് ആണ് ഇവിടുത്തെ ഇതൊക്കെ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലും ഈ എന്താ പറയുക, ഇംഗ്ലീഷുകാർ വെച്ച സ്ഥലങ്ങളൊക്കെ ഇപ്പോഴും എന്താ പറയുക, നമ്മുടെ കൊല്ലത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുത്തെ ആ പാലവും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പണ്ട് ബ്രിട്ടീഷുകാർ വെച്ചിട്ട് പോയതാണ്. അതൊക്കെ ഇപ്പോഴും ഉറപ്പോടെ തന്നെ നിൽക്കുന്നുണ്ട്. അതുപോലെയാണ് ഇവിടുത്തെ കത്തീഡ്രലും ഒക്കെ വരുന്നത്. ഈ 1800-ലൊക്കെ പണിത സ്ഥലങ്ങളൊക്കെയാണ് ഇതൊക്കെ. പക്ഷെ എന്നിട്ടും ഇപ്പോഴും വലിയ പ്രശ്നമൊന്നുമില്ലാതെ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഇവിടുത്തെ ഉള്ള മിക്കവാറും എല്ലാ ബിൽഡിങ്സും. ഇവിടെ ഒരു ബിൽഡിംഗ് ചെയ്തിട്ടുണ്ടോ, കൺസ്ട്രക്ഷൻ നടക്കുവാണ്. ഇപ്പോൾ പിന്നെയും പുതിയ ബിൽഡിങ്സ് ഒക്കെ വരുന്നുണ്ട്. ഇവിടെ സിഗ്നൽ ലൈറ്റ് ഉണ്ട്, ഇത് ഗ്രീന് ഇതെല്ലാം പറഞ്ഞിട്ട്. ഇത് 1 way ആണ്. വാ, ഈ സൈഡിലേക്ക് നമുക്ക് പോവാം. ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഇവിടെ എന്താണ്, ഓഫീസ് സ്പേസ് ആണോ, ട്രെയിനിങ് അക്കാഡമി. ഇവിടെ ഒരു ഫുഡ് കോർട്ടോ എന്തോ പോലെ ഒരു സംഭവമുണ്ട്. ഇതുണ്ടോ, ഇത് പില്ലറൊക്കെ വെച്ച് ഇതെന്താ ഒരു ബാറോ അങ്ങനെ എന്തോ സെറ്റപ്പ് പോലെയാണ്. ബാറാണോ ഹോട്ടലാണോ? അതെ, നമ്മൾ വന്നിട്ടൊരു ഒരു മെയിൻ ജംഗ്ഷനിലേക്ക് വന്നെത്തി. ഇവിടെയും കുറച്ച് പണികളോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതെന്തോ ഹോട്ടൽ പോലെയാണ്, ബ്രിസ്റ്റോൾ ബേക്കൺ. ഇവിടെയല്ലേ ബ്രിസ്റ്റോൾ ബേക്കൺ ബ്രിഡ്ജ് ഹൗസ്. ബ്രിസ്റ്റോൾ ലോഫ് കഫേ ഓപ്പൺസ്. ഇവിടെ ബസ്സുകളൊക്കെ ചെയ്തുണ്ടോ, വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. സിഗ്നൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു, വണ്ടികളൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അമേലിയ കോട്ട് എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഈ ബിൽഡിങ്ങിൻ്റെ ഇവിടെ ഇതുണ്ടോ, അത് ഈ ക്ലോക്ക് വെച്ചേക്കണുണ്ടോ, ക്ലോക്ക് പോലത്തെ ഒരു സംഭവം കണ്ടോ. എന്ത് ബിൽഡിംഗ് ആണെന്ന് എനിക്കറിയില്ല. കാണാൻ നല്ലൊരു രസവും കാര്യങ്ങളുണ്ടോ. അപ്പം നേരെ വിഷ്വലിൽ എടുത്തേ ഉള്ളൂ. ഇവിടെ ഇതേപോലെ തന്നെ ഇതുണ്ടോ, റെസ്റ്റോറൻറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നട്ട്മക് ഇന്ത്യൻ സ്ട്രീറ്റ് കിച്ചൺ. മിക്കവാറും നോർത്ത് ഇന്ത്യൻ ഐറ്റംസ് ഒക്കെ ആയിരിക്കും. തന്തൂർ, മോമോ, ബിരിയാണീസ്, ചാറ്റ് ആൻഡ് കറീസ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് സ്ലാബ് സ്റ്റിക്ക് ഫെസ്റ്റിവൽ 12 to 16 February. ടിപ്സി തപ്പിയൊക്ക. ബൂട്ട്സ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇതുണ്ട്, ഫാർമസി സ്റ്റോർ ബൂട്ട്സ്. ഇവിടെ ഉണ്ട് സ്റ്റാർബക്സ്. ഇവിടെ എന്ന് പറഞ്ഞാൽ സ്റ്റാർബക്സ് തന്നെ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു നമ്പർ ഉണ്ടാവും. ഇഷ്ടംപോലെ സ്റ്റാർബക്സ്, മുട്ടിന് സ്റ്റാർബക്സ്. ഹലോ ഗൈസ്,
അപ്പം നമ്മൾ ബ്രിസ്റ്റോൾ കത്തീഡ്രലിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ അടുത്ത് തന്നെയാണ്, ഈ ഏരിയയിലാണ് കോളേജും എന്താ ബ്രിസ്റ്റോൾ യൂണിവേഴ്സിറ്റി. അപ്പം അതിലെ ആൾക്കാരൊക്കെ പോകുന്ന ബഹളമൊക്കെ ഉണ്ട്. അതിനടുത്തായിട്ട് തന്നെയാണ് ബ്രിസ്റ്റോൾ കത്തീഡ്രൽ വരുന്നത്. ഇവിടെ കണ്ട ഒരു സംഭവമാണ് ഫ്ലവേഴ്സ് ഇൻ ദെയർ ഫുഡ് സ്റ്റെപ്പ്. ഈ പാർക്കിനെ പറ്റിയും അവിടെയുള്ള എന്തൊക്കെയോ സംഭവങ്ങളെ പറ്റിയാണ്. ഈ ഏരിയയുടെ പേര് കോളേജിന് അടുത്തുള്ള ഗ്രീനറി പോലത്തെ സ്ഥലമായതുകൊണ്ട്. ഇതാണ് കത്തീഡ്രൽ, അതിപുരാതനമായ കത്തീഡ്രൽ. ഇതാണ് കത്തീഡ്രൽ, ഇതാണ് കോളേജ് സംഭവങ്ങൾ. Bristol Cathedral, here with you yesterday, today and tomorrow എന്നാണ് ഈ ബോർഡിൽ എഴുതി വെച്ചേക്കുന്നത്. കത്തീഡ്രലിൽ എന്തെങ്കിലും ചാരിറ്റി ഒക്കെ ചെയ്യണമെങ്കിൽ അതിന് നമുക്ക് സ്കാൻ ചെയ്യാനുള്ളത് QR കോഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബിക്കോസ് അല്ലാതെ ഇവിടുത്തെ എൻട്രി ഒക്കെ ഫ്രീ ആണ്. ഇവിടെ പൈസ ഒന്നും ഇവിടെ ചാർജ് ചെയ്യുന്നില്ല. ഇവിടെ കാണാൻ കഴിയുന്നത്. വെൽക്കം. അങ്ങനെ നമ്മൾ കത്തീഡ്രലിൻ്റെ എൻട്രൻസ് ദേ കടന്ന് അകത്തേക്ക് കയറുകയാണ്. ഇവിടെ ഒരു റിസപ്ഷൻ പോലുള്ള ഇതൊക്കെ ഉണ്ട്. ഇതിൻ്റെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് വേണ്ട ഗൈഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ ഒന്നും എടുത്തില്ല. ഇതുണ്ട്, ഇവിടെ മൊത്തം നിറച്ചും ചെയർസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോഴിവിടെ പ്രയർ സർവീസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതെനിക്ക് തോന്നുന്നു ആംഗ്ലിക്കൻ ഇതിൻ്റെ ചർച്ചിൻ്റെ ആണെന്ന് തോന്നുന്നു. ഇവിടെ എന്തൊക്കെയോ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ചില ഭാഗങ്ങളിലൊക്കെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഡിസൈൻ, അതായത് ആർക്കിടെക്ചറൽ സ്റ്റൈല്, അതായത് പണി കഴിച്ചേക്കണ ഒരു സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ്റെ പഴയ മോഡൽ, ആ ഒരു പാരമ്പര്യ തനിമ വിളിച്ചോതുന്ന പഴയ ടൈപ്പ് ആയിട്ടുള്ള ഡിസൈനുകൾ കാര്യങ്ങളൊക്കെയാണ്. അതെല്ലാം വെൽ പ്രിസർവ്ഡ് ആയിട്ട് ചെയ്തുണ്ടോ. അത് ഈ പള്ളിയുടെ മേൽഭാഗം ചെയ്ത് നോക്കി, അതിൻ്റെ ആ ഒരു ഇതുണ്ടോ, ആ ഒരു പണിതേക്കുന്നതിൻ്റെ ആ ഒരു സ്റ്റൈല് ഡിസൈന് കാര്യങ്ങളൊക്കെ നോക്കി, അതെല്ലാം വെൽ പ്രിസർവ്ഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം പണ്ട് മുതലേ ഉള്ള ഒരു കത്തീഡ്രൽ ആണെന്ന് തോന്നുന്നു. അപ്പം കത്തീഡ്രലിൽ കയറി മൊത്തം ചുറ്റും തിരിഞ്ഞ് കണ്ടു. ഇതുണ്ട്, അതിൻ്റെ ഒരു വശം ഇതേ പണി നടക്കുന്നു. ഇത് വേറെ സൈഡാണ് കേട്ടോ, അതർ സൈഡാണിത്. അതിൻ്റെ ഇതുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ പല എക്സിബിഷനുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പല സംഭവങ്ങളൊക്കെ, പേപ്പർ കട്ടിങ്സൊക്കെ വെച്ചിട്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ പല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയോ വേറെ ചെറിയ ചാപ്പലുകളോ വേറെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചുമ്മാ കയറി ഓടിച്ച് കണ്ട് ഇറങ്ങി. ഇതുണ്ട്, ഇവിടെ ശരിക്കും എന്തോ പ്രേയേഴ്സ് നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പ്രേയേഴ്സ് നടക്കുന്നതെന്ന് തോന്നുന്നു. ഇതുണ്ടോ, ഇവിടെ ഉണ്ട് കേട്ടോ ലൈറ്റ് ഫെസ്റ്റിവലിൻ്റെ സംഭവങ്ങൾ. അപ്പോൾ ഇതാണ് കത്തീഡ്രൽ. ഇവിടെ അടുത്തെന്തോ കോളേജോ യൂണിവേഴ്സിറ്റി എന്തോ പോലെയാണ് ഇത് കാണുന്നത്, ബ്രിസ്റ്റോൾ യൂണിവേഴ്സിറ്റി. ഓക്കെ, അപ്പം കത്തീഡ്രലിലെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടുവെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇനി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പം ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഞങ്ങൾ വരും. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.